നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നാടിനെ നിൽക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹെറോദസിന്റെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ നടന്ന സ്നാപകന്റെ കൊലപാതക വാർത്തയാണ് നാടിനെയും നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കൊട്ടാരവളപ്പിൽ നിന്നും ഫിൽസി വിശദാംശങ്ങളുമായി ചേരുന്നു. ഫിൽസി, എന്താണ് അവിടെ സംഭവിച്ചത്? തോമസ്, ഇവിടെ ശരിക്കും സംഭവിച്ചത്? ഫിൽസി പറയൂ, ആരുടെ കർത്തകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? തോമസ്, ഇവിടെ സംശയത്തിന്റെ കുന്തമുനയിൽ. ഫിൽസി, നമുക്ക് സമയം തീരെയില്ല. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഫിൽസിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം. വെട്ടുകളിയും കാട്ടുതേനും മാത്രം കഴിച്ച് മരുഭൂമിയിൽ താമസിച്ചിരുന്ന സ്നാപകൻ എങ്ങനെ കൊട്ടാരത്തിലെ ബർത്ത്ഡേ പാർട്ടിക്കെത്തി? കേക്ക് കട്ട് ചെയ്ത കത്തിയിൽ പുരണ്ടിരിക്കുന്ന ചോരക്കറ ആരുടേതാണ്? 2.5 കിലോളം തൂക്കം വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഹെറോദസ് എവിടെ നിന്ന് വാങ്ങി? കുഴപ്പിക്കുന്ന പല ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് അവറിൽ ഇനി ഇടവേള. ചുങ്കം പിരിവിൽ 50 വർഷത്തെ പാരമ്പര്യമുള്ള ജെറീക്കോ പട്ടണത്തിലെ വിശ്വസ്ത സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. പ്രൊപ്രൈറ്റർ സിക്കമോർ സഖ്യൂസ്. ചുങ്കം പെരിക്കൽ, വഴിയാധാരമാക്കൽ എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സഖ്യൂസ് നേരിട്ട് നടത്തുന്ന സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. ചുങ്കം, കപ്പം ഉത്തരവാദിത്വത്തോടെ പിരിച്ചു കൊടുക്കുന്ന ജെറീക്കോയിലെ ഏക സ്ഥാപനം ചുങ്കം ഫിനാൻസിയേഴ്സ്. ശവക്കോട്ട പാലത്തിന് സമീപം, ജെറീക്കോ. അക്ക, നിങ്ങൾ ഹെറോദസിന്റെ കൊട്ടാരത്തിലെ പുകിലുകൾ വല്ല അറിഞ്ഞ? എന്തിനു പറയാൻ, സ്നാപകന് മുട്ടം പണി തന്നെയല്ല കിട്ടിയത്. ലവള് പണ്ടേ പോക്ക് കേസ് തന്നെയെന്ന് ഞാൻ നിരൂപിച്ചായിരുന്നു. തലേ ഷോപ്പിലെ തലക്കറികൾ കൊണ്ടുവരുന്നവരൊക്കെയല്ലേ ആ പൈലിന്റെ തല കൊണ്ടുവന്നത്. അതൊക്കെ എന്തരടി അവനോട് ഇത്ര കലിപ്പ്? എന്തിനു പറയാൻ, ഓരോ കണ്ണും തിരിവുകള്. ചേച്ചി, എണ്ണ ഓർഡർ ചെയ്തില്ലേ? ഈ പത്ത് കന്യകമ്മ ഈ ഇത്തിപ്പോലുള്ള പള്ളിയില് എവിടെ വെച്ചല്ല 10 കന്യകമാര്? 6 എണ്ണ ഒപ്പിച്ച പാട് കണ്ട പെട്ട് തള്ള സഹിക്കില്ല. ചേച്ചി, ഞാൻ വേണമെങ്കിൽ ബംഗാളിൽ നിന്ന് 4 കന്യകമാരെ കൊണ്ടുവരാം. അലമ്പ് പയല് തന്നെ. ഇനിയിപ്പൊ ബംഗാളിൽ നിന്ന് കൂടെ ചെല്ലക്കിളികളോട് വരാത്തതിന്റെ കുറവാണ്. അയ്യോടി, ചെക്കനിങ്ങെത്തി. കുറച്ചെണ്ണ ഞങ്ങൾക്കും കൂടി ഇങ്ങ് എടുത്താണ്. എന്തിരടി നീ എണ്ണകളും മറ്റും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നത്? ഇനിയിപ്പോ എണ്ണ ഇല്ലാണ്ട് കളിച്ചാണ്. വാ, എല്ലാരും വരും.